അധികാരമെങ്കിൽ ഇനി മുതൽ വനത്തിനുള്ളിലെന്നല്ല എവിടെ വെച്ച് വേണമെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഒരു കേസുമില്ലാതെ തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. അത് നമ്മൾ വിചാരിക്കും ഈ വനമെന്ന് പറയുന്നത് കിഴക്കൻ മലയോര മേഖലയിൽ മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെയല്ല. സോഷ്യൽ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വനം വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ആലപ്പുഴയുടെയും തൃശ്ശൂർ അല്ലെ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ വരെ ഓഫീസ് ഇട്ടിട്ട് ഈ ബാലവനം, വിദ്യാവനം, സോഷ്യൽ ഫോറസ്ട്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വിശാലമായിട്ട് അവരുടെ അധികാരപരിധി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സെക്ഷൻ 63 കൊണ്ടുവന്നിരിക്കുന്ന ഭേദഗതി പ്രകാരം ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മുതൽ മുകളിലേക്കുള്ളവർക്ക് ഏതൊരു വ്യക്തിയെയും ഒരു വാറന്റുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് അതിഭയങ്കരമായ അധികാരം നൽകിക്കൊണ്ട് സെക്ഷൻ 63 ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൽ സെക്ഷൻ 69 പ്രകാരമുള്ള റൂൾസ് ഓഫ് പ്രൊസീജിയർ 69 പ്രകാരമുള്ള പബ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു. ഇത് വളരെ ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് മലയോര മേഖലയിലും മനുഷ്യൻ വന്യമൃഗ ആക്രമണങ്ങളിൽ സമരങ്ങൾ നടത്തുമ്പോൾ, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സമരങ്ങൾ നടത്തുമ്പോൾ ആ സമരങ്ങളെ അടിച്ചമർത്തുന്നതിന് വേണ്ടിയിട്ട് അന്യായമായ അധികാരം വനംവകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുത്തുകൊണ്ട് നിയമ ഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇത് നിയമങ്ങൾ ഒളിച്ചു കിടത്തുകയാണ്. ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നതൊന്നും ജനപ്രതിനിധികൾ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതല്ല. എന്നെ കേൾക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന ജനപ്രതിനിധികളുണ്ടെങ്കിൽ, ഈ നാട്ടിൽ ജനങ്ങൾക്ക് സമാധാനപരമായി ജീവിക്കുന്നതിനുള്ള അന്തരീക്ഷം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക, നിങ്ങൾ നാളെ ഒരു പ്രതിസന്ധിയിലേക്ക് ഉൾപ്പെട്ട് വരുമ്പോഴാണ് ഇതിന്റെ ഗൗരവം മനസ്സിലാകുന്നത്. ആറ്റിലിറങ്ങി അല്ലെങ്കിൽ തോട്ടിലിറങ്ങി മീൻ പിടിക്കുന്നവരെ പോലും അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരെ പോലും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള അധികാരം കൊടുത്തിരിക്കുകയാണ് വനം വകുപ്പിന്. ഇനി എന്തെങ്കിലും, അതായത് അല്ലാതെ തന്നെ കള്ളക്കേസുകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. കഴിഞ്ഞ വർഷം മാത്രം ആത്മഹത്യ ചെയ്തത് 4 പേരാണ്. ഒരു കേസുകൾ പോലും രജിസ്റ്റർ ചെയ്യപ്പെടാതെ വനം വകുപ്പിന്റെ മാനസിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് 4 പേരാണ്. ഇതിന്റെ പ്രതിസന്ധി എവിടെയാണെന്ന് ചോദിച്ചാൽ, നാളെ ഞാനോ നിങ്ങളോ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വ്യക്തികൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായെന്നും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു എന്നുള്ളത്. ഇത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അതനുസരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എല്ലാ മനുഷ്യരും. അതനുസരിച്ച് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മളൊക്കെ കണ്ണും കാതും തുറന്നു വെച്ച് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേഖലയാണ് നിയമനിർമ്മാണം. നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ജനപ്രതിനിധികളുടെ ശ്രദ്ധയിലേക്ക് പോലും വരാതെ നിയമം നടപ്പിലാക്കാൻ മാത്രം അധികാരമുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നതിനെ സംബന്ധിച്ച് നിയമം ഉണ്ടാക്കുന്ന അധികാരം ദുർവിനിയോഗം ചെയ്യുന്ന തരത്തിലേക്ക് അവർ മാറിയിരിക്കുകയാണ്. എതിർക്കപ്പെടേണ്ടതാണ്. കഴിയുന്ന തരത്തിൽ എല്ലാവരും പ്രതികരിക്കണം.